പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത ഇന്ന് നടന്ന മീറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇന്ത്യ ഫുട്ബോളിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നിർണായകമായിരുന്നു. എന്നാൽ നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ ഇന്ത്യ ഫുട്ബോൾ ഫാൻസിന് നിരാശ നൽകുന്ന വാർത്തയാണ്. FSDLന് പുറമെ C5, ഫാൻകോട്ട് എന്നിവരെല്ലാം മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കായിക മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നത്തെ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ആ ഒരു നീണ്ട മീറ്റിംഗ് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നടന്ന ഒരു നീണ്ട മീറ്റിംഗിൽ യാതൊരുവിധ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് വന്നിട്ടുള്ള വാർത്ത. ISL ക്ലബ്ബുകളും ഐ ലീഗൽ ടീമുകളും FSDLും എല്ലാവരും ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു മീറ്റിംഗിൽ യാതൊരുവിധ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് ആശിഷ് നെഗി പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടും വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണിത്. കായിക മന്ത്രാലയം, ISL ക്ലബ്ബുകൾ, ഐ ലീഗ് ക്ലബ്ബുകൾ എല്ലാവരും ഉൾപ്പെട്ട ഇന്നത്തെ ആ ഒരു യോഗത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും തന്നെയില്ല. മാത്രമല്ല ISLന്റെ ആ ഒരു ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. മാത്രമല്ല ISL ക്ലബ്ബുകളെല്ലാം ഇപ്പോഴും ഒരു വ്യക്തതയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഇന്ന് നടന്ന ഒരു മീറ്റിംഗിൽ യാതൊരുവിധ ഫലം കാണാതെ പോയത് ISL ആരാധകരെല്ലാം സംബന്ധിച്ച് വളരെ നിരാശ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. അടുത്തൊരു വാർത്ത സൂപ്പർ ലീഗ് കേരളയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അങ്ങനെ നിർണായക മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FC വിജയിച്ചിരിക്കുകയാണ്. അടുത്ത മത്സരം വിജയിച്ചതോടെ കണ്ണൂർ വാരിയേഴ്സ് FC നിലവിലിപ്പോൾ 3ാം സ്ഥാനത്താണ്. 13 പോയിന്റുകളാണ് കണ്ണൂർ വാരിയേഴ്സ് FCക്ക് ഉള്ളത്. 1ാം സ്ഥാനത്തുള്ളത് കാലിക്കറ്റ് FC തന്നെയാണ്. 2ാം സ്ഥാനത്ത് തൃശ്ശൂർ മാജിക് FC, 4ാം സ്ഥാനത്ത് തിരുവനന്തപുരം കൊമ്പൻസ് FCയും 5ാം സ്ഥാനത്ത് മലപ്പുറം FCയുമാണ് ഉള്ളത്. ലീഗിലെ അവസാന മത്സരത്തിൽ തൃശ്ശൂർ മാജിക് FCയെ ഏകപക്ഷീയമായ 2 ഗോളിനാണ് കണ്ണൂർ വാരിയേഴ്സ് FC പരാജയപ്പെടുത്തിയത്. ഒരു വിജയത്തോടെ നിലവിലിപ്പോൾ ലീഗിൽ 3ാം സ്ഥാനത്താണ് കണ്ണൂർ വാരിയേഴ്സ് FC ഉള്ളത്. നാളത്തെ മത്സരത്തിൽ തിരുവനന്തപുരം FC പരാജയപ്പെടുകയോ അല്ലെങ്കിൽ മലപ്പുറം FC അവസാന കളിയിൽ ജയിക്കാതിരിക്കുകയോ ചെയ്താൽ കണ്ണൂരിന് സെമി ഫൈനലിൽ പ്രവേശിക്കാം. എന്തായാലും ഇനി പോയിന്റ്സ് ടേബിളിൽ എന്തെങ്കിലും ട്വിസ്റ്റുകൾ സംഭവിക്കുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണാം. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.